പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അത് ഖുർആൻ മാസ്റ്റേഴ്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്തുൻ അമം ഫർള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ ഫലാ ഫുസൂക ഫലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിന്റെ മാസം, ഈ ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത് എല്ലാ ഇബാദത്തുകളും നിറഞ്ഞിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. അതായത് നമസ്കാരം ഏതായാലും ഉണ്ട്, അതിന് പുറമെ ഹജ്ജുണ്ട്, ഉദ്ഹിയ്യത്തുണ്ട്, നോമ്പുണ്ട്, പിന്നെ തൽക്കർമ്മ ദാനകർമ്മം ചെയ്യുന്ന പ്രത്യേക പ്രതിഫലങ്ങൾ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലക്കും ഉള്ള ഒരു മാസമാണ് ദുൽഹജ്ജ് മാസം. മാത്രമല്ല, ഹജ്ജിന് പോയ ആളുകൾ ഈ ഹജ്ജിൽ പ്രവേശിപ്പം ഫറള ഫീഹിന്നൽ ഹജ്ജ, ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ റഫസ ഫലാ ഫുസൂക ഫലാ ജിദാല ഫിൽ ഹജ്ജ്. അനാവശ്യമായ സംസാരങ്ങളോ നോട്ടങ്ങളോ ചിന്തകളോ പ്രവൃത്തികളോ 1% പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇബാദത്തുകൾ, ഹജ്ജിന് പോകുന്ന ആൾക്കാർ, ഹജ്ജിന് വരുന്ന ആളുകൾ ഉമ്മ പ്രസവിച്ച പോലെ, അതായത് ഉമ്മ പ്രസവിച്ച പോലെ എന്ന് പറഞ്ഞാൽ പാപങ്ങളൊന്നും ചെയ്യാത്തൊരു കുട്ടിയെപ്പോലെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരിക എന്നുള്ളതാണ്. വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ആണ് അർത്ഥത്തിലേക്കൊന്നും കടക്കാത്തത്. അപ്പോൾ അതിന് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മളെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു വിഷമവും ഇല്ലാതെ സമ്പൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വരാനുള്ള സൗഭാഗ്യവും സൗകര്യവും അനുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദൈവാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.